ചില ദിവസങ്ങളിൽ ഞാൻ എന്റെ കിച്ചണിൽ ഗസ്റ്റിനെ പോലെയാണ് കേട്ടോ. നമ്മളൊരു വീട്ടില് ഗസ്റ്റ് ആയിട്ട് പോകുമ്പോൾ അങ്ങനെയാണല്ലോ. നമ്മൾ കിച്ചണിൽ പോവും, നമ്മള് കാര്യമായിട്ട് പണിയൊന്നും എടുക്കൂല, എന്നാലും എന്തെങ്കിലുമൊക്കെ എടുത്ത് എന്ന് തോന്നിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അത് അങ്ങോട്ട് വെച്ച് ഇത് ഇങ്ങോട്ട് വെച്ച് അങ്ങനെയുള്ള നമ്മൾ മേലനങ്ങാത്ത പണികൾ ഉണ്ടാവൂലേ, അതേപോലെയാണ് കേട്ടോ. പ്രത്യേകിച്ച് കേക്കിന്റെ ഓർഡേഴ്സ് ഒന്നും ഇല്ലാത്ത ദിവസങ്ങളിലാണെങ്കിൽ ഞാൻ മിക്കപ്പോഴും പല കാര്യങ്ങളും തലേ ദിവസം രാത്രി ചെയ്തു വെച്ചിട്ടാണ് കിടക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ രാവിലെ കഴിയുന്നതും റിലാക്സ്ഡ് ആയിട്ട് പണിയെടുക്കാനാണ് നോക്കുക. അപ്പൊ ഇന്നാണെങ്കിൽ കറി രാത്രി വെച്ചിട്ടുണ്ടായിരുന്നു. ചപ്പാത്തി കുഴച്ചിട്ട് ജസ്റ്റ് ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ചുട്ടെടുക്കണം. പിന്നെ ചിക്കനും ബ്രൊക്കോളിയൊക്കെ വെച്ചിട്ട് ഒരു തട്ടിക്കൂട്ട് സലാഡ് ഉണ്ടാക്കണം. ചോറ് പിന്നെ രാവിലെ എണീറ്റ് അപ്പൊ തന്നെ ഞാൻ തെർമൽ കുക്കറിന്നും എടുത്ത് ഒന്നുകൂടി തിളപ്പിച്ചിട്ട് വാർത്തി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പൊ ദാ നമ്മുടെ പത്തിരിയൊക്കെ ഒന്ന് ചുട്ടെടുത്താൽ മതി ബ്രേക്ക്ഫാസ്റ്റിന്. അത് പെട്ടെന്ന് കഴിയും. അത് മാക്സിമം ഒരു 10 മിനിറ്റ് കൊണ്ട് പരിപാടി കഴിയും. പിന്നെ ഞാൻ ഈ പത്തിരിയിൽ തന്നെ ഒന്ന് രണ്ടെണ്ണം എടുത്തിട്ട് ഒന്ന് റോളാക്കി വെക്കുന്നുണ്ട് കേട്ടോ. നമ്മള് ചിക്കനും ബ്രൊക്കോളിയും കൂടി ഒരു സലാഡ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അത് ജസ്റ്റ് ഫില്ലിംഗ് ആയിട്ട് കൊടുത്തിട്ട് ഒരു തട്ടിക്കൂട്ട് റോളാണ് ഇത്. മോന് വേണ്ടിയിട്ടാണ്. കാരണം അവന് ഈ രാവിലെ പത്തിരി മുറിച്ചിട്ട് കറി ഒഴിച്ച് കഴിക്കാനുള്ള ക്ഷമയും ഉണ്ടാവില്ല, സമയവും ഉണ്ടാവില്ല. പ്രത്യേകിച്ച് സ്കൂളിൽ പോവാൻ നേരത്താണ് എണീക്കുക. പിന്നെ വിളിച്ച് എണീപ്പിട്ട് നേരത്തെ വിളിക്കാനൊന്നും ഞാനും വീട്ടിലുണ്ടാവില്ലല്ലോ. ഞാൻ നേരത്തെ കാലത്തേ പോകൂലേ. അപ്പൊ എന്തായാലും അവന് വേണ്ടിയിട്ട് ഈസി ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് 2 റോൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു ഹെൽത്തി വേർഷനും കൂടിയാണല്ലോ. അപ്പോ അതവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മള് എനിക്ക് ഉച്ചക്കലേക്കുള്ള ഫുഡും കൂടി ഒന്ന് പാക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഇടയായിട്ട് ഞാൻ കുറച്ചൊന്ന് ഒരു ഹെൽത്തി വേർഷനിലേക്ക് മാറിയിട്ടുണ്ട്. പച്ചക്കറി കഴിക്കാനൊക്കെ മടിയുള്ള ഞാൻ ഇപ്പൊ കുറച്ച് സലാഡ്സ് ഒക്കെ കൊണ്ടുപോയി അങ്ങനെയൊക്കെയാണ് ഫുഡ് കഴിക്കുന്നത്. എത്ര ദിവസം ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകുന്ന എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല. എന്തായാലും ഞാൻ അതിന്റെ ഇടയ്ക്ക് പോയിട്ട് ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെമ്മീൻ പൊടി ഇട്ടിട്ട് ഒരു മുട്ടയും പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോ ഈ ചമ്മന്തിയും മുട്ടയും ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഫുഡിന് വേറൊന്നും വേണ്ട. അപ്പൊ ദാ നമ്മുടെ പത്തിരിയും റോളും ചോറും കറിയും ആ, ഒരു ചിക്കൻ സലാഡും അവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇതുണ്ടാക്കാൻ വളരെ ഈസിയാണ്. എന്നാ ഒരു ഉപ്പേരിക്ക് പകരം നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു സാധനം കൂടിയാട്ടോ. പിന്നെ ചമ്മന്തിയും കറിയൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴേ രാവിലെ നമുക്ക് വലിയ പാത്രങ്ങളും കഴുകാനുണ്ടാവില്ല. അതാണ് അതിന്റെ ഹൈലൈറ്റ്.